വെനസ്വേലയിലെ US ആക്രമണം നികൃഷ്ടമായ കടന്നുകയറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെതിരെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികളുടെ ശബ്ദമുയരണം. ഇന്ന് വെനസ്വേലയിൽ സംഭവിച്ചത് നാളെ ലോകത്തെ മറ്റെവിടെയും സംഭവിക്കാം. അമേരിക്കൻ നടപടിയെ നിസ്സാരവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വെനസ്വേലയിൽ കടന്നുകയറി അമേരിക്ക രാഷ്ട്രത്തലവനെ ബന്ദിയാക്കി. ഇത്തരം നികൃഷ്ടമായ കടന്നുകയറ്റത്തിനും ഹൃദയശൂന്യതയ്ക്കുമെതിരെ ശബ്ദമുയരണം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ചരിത്രം മനുഷ്യക്കുരുതിയുടേതാണ്. പഹൽഗാം ആക്രമണത്തിനെതിരെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടി. അതുപോലെ തന്നെ രാജ്യാന്തര പിന്തുണയ്ക്ക് വെനസ്വേലയ്ക്കും അവകാശമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് വെനസ്വേലയിൽ സംഭവിച്ചു. നാളെ ലോകത്തെ മറ്റേതൊരു രാജ്യത്തും ഇത് സംഭവിക്കാം. ഇത് നമ്മളെ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തേണ്ട വിഷയമാണ്. പഹൽഗാമിൽ പാകിസ്ഥാനി ഭീകരർ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും ഒപ്പം നിൽക്കാനും ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടി. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകത്തിൻ്റെ ഐക്യദാർഢ്യം ഉറപ്പിക്കാനാണ് പ്രത്യേക പ്രതിനിധി സംഘങ്ങളെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. അന്ന് നാം ആഗ്രഹിച്ച അതേ രാജ്യാന്തര പിന്തുണക്ക് ഇന്ന് വെനസ്വേലയിലെ ജനങ്ങൾക്കും അവകാശമുണ്ട്. അമേരിക്കൻ നടപടിയെ നിസ്സാരവൽക്കരിക്കാനും അമേരിക്കൻ വിധേയത്വം പ്രകടിപ്പിക്കാനുമുള്ള ത്വരയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. വിദേശ മന്ത്രാലയത്തിന്റെ ഇത് സംബന്ധിച്ച പ്രസ്താവനയിൽ അമേരിക്കയുടെ പേരുപോലും പരാമർശിച്ചിട്ടില്ല. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതേ വഴിയിൽ തന്നെയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതേ വഴിയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ വീണ്ടും ഉയർത്തുമെന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമ്പോഴും അതേ ട്രംപിൻ്റെ പേരിൽ ഒരു റോഡ് തന്നെ ഉണ്ടാക്കാൻ മത്സരബുദ്ധി കാണിക്കുന്ന തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെയും നാം കാണുകയാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.